ബാംഗ്ലൂരിലായിരുന്നോണ്ട് തഗ് ലൈഫ് എന്ന സിനിമ കാണാൻ കുറച്ച് വൈകിപ്പോയി. അവിടെ സിനിമ ഇറങ്ങാത്തതുകൊണ്ട്. സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ പ്രീ ഇന്റർവെൽ പോർഷൻ വരെ ഒരു പ്യുവർ മണിരത്നം സിനിമ തന്നെയായിരുന്നു തഗ് ലൈഫ്. വെൽ എക്സിക്യൂട്ടഡ് ഗാങ്സ്റ്റർ ഡ്രാമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നല്ല ഇന്റൻസ് സ്റ്റോറി ടെല്ലിംഗ്, പെർഫോമൻസസ്, വിഷ്വൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റോറി, റൈറ്റിംഗ് എല്ലാം പ്രെഡിക്റ്റബിൾ ആയിക്കോട്ടെ. മണിരത്നം എന്ന ഡയറക്ടർ ഇതെല്ലാം ഷോക്കേസ് ചെയ്യുന്ന പ്രത്യേക ബ്യൂട്ടി ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തു വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ റിവെഞ്ച് കയറി വരുമ്പോഴാണ് മാജിക് കംപ്ലീറ്റ്ലി കൈവിട്ടു പോണത്. കുറെ ഇമോഷണൽ ഡയലോഗ്സ്, ഇമോഷണൽ മൊമെന്റ്സ്, കുറെ മാസ് മൊമെന്റ്സിലൂടെയൊക്കെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു രീതിയിലുള്ള ഇമോഷണൽ കണക്ഷനോ ഒരു ഇമോഷണൽ ഡെപ്തോ നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളിപ്പോ കണക്ഷൻ കിട്ടാൻ നോക്കിയാൽ പോലും നമുക്ക് കിട്ടൂല. അത്രയും ഫ്ലാറ്റ് ആണ് സെക്കൻഡ് ഹാഫിൽ ഒരു 80%. പിന്നെ തൃഷയുടെ ക്യാരക്ടർ പക്ക അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തത്. ഒരു അനാവശ്യ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സഹിച്ച പടങ്ങളും കാണായിരുന്നു. തൃഷ ആ ക്യാരക്ടർ എടുത്തു തന്നെ വലിയ അത്ഭുതമായിട്ട് തോന്നി. ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നണേ മണിരത്നം സിനിമയിൽ തന്നെ ഇത്രയും പൂർലി റിട്ടയർഡ് ആയ ഫീമെയിൽ ക്യാരക്ടർ വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അശോക് സെൽവന്റെ ക്യാരക്ടർ, ഒരു പോലീസ് ക്യാരക്ടറാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഗാങ്സ്റ്റർ സിനിമയിലോ അല്ലെങ്കിൽ വലിയ വലിയ നടന്മാരുടെ ഹീറോയിക് സിനിമയിലോ കാണുമ്പോൾ ഒരു മണ്ടറായ പോലീസ് ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു മണ്ടറായ ഒരു പോലീസ് ക്യാരക്ടറാണ് ഇതിനകത്ത് അശോക് സെൽവൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശവും അശോക് സെൽവനെ പോലെ അത്യാവശ്യം നല്ലൊരു സ്റ്റാർ വാല്യുള്ള ആക്ടേഴ്സ് ഇങ്ങനത്തെ ചീപ്പ് റോൾസ് ഒക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ജോജോയുടെ ക്യാരക്ടറിനും ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. ഈ ഒരു സ്ക്രീൻ പ്ലേ, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് രണ്ട് ലെജൻസ് ആണ്, മണിരത്നവും കമലഹാസൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞ ഒരു ബിഗ് ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ് തഗ് ലൈഫ്. പിന്നെ ഈ സിനിമേനെ ഡിസാസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ ക്ലൈമാക്സിലാണ് നമുക്ക് കുറച്ചുകൂടി ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോഴാണ് മണിരത്നം ബാക്ക് ഓൺ ട്രാക്ക് ആവണത്. നമുക്ക് കുറച്ചെങ്കിലും ഒരു ഫീലിങ്സ് വന്നു തുടങ്ങുന്നത്. ആ ഒരു ലെയർ നന്നായിട്ട് തന്നെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തഗ് ലൈഫ് എന്ന സിനിമയെ ഇന്ത്യൻ 2 ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇന്ത്യൻ 2 പോലെ ഇന്ത്യൻ 2 മാത്രമേ ഉള്ളൂ. തഗ് ലൈഫ് എന്ന സിനിമയെ വേണമെങ്കിൽ ഒരു ആവറേജ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ആ ഒരു സെക്കൻഡ് ഹാഫിലെ സ്ക്രീൻ പ്ലേ ഒന്നും മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് ക്യാരക്ടേഴ്സിനൊന്നും മര്യാദയ്ക്ക് എഴുതിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭേദമായ ഒരു സിനിമ തന്നെ ആയിരുന്നു ഇത്. കമൽഹാസൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ചിമ്പു ആസ് അമരൻ പെർഫെക്റ്റ് ആയിരുന്നു. വെൽ ബാലൻസ് പെർഫോമൻസ്. അഭിരാമി ഭാര്യവേഷം നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചിമ്പു കമൽഹാസൻ ആ ഒരു ഫാദർ സൺ കെമിസ്ട്രി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇതിൽ പക്ഷെ എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയിട്ട് തോന്നുന്നത് ഐശ്വര്യലക്ഷ്മി ആയിരുന്നു. അവസാനത്തെ ഫൈനൽ മൊമെന്റ്സ് അല്ലെങ്കിൽ ക്ലൈമാക്സിൽ ഒന്ന് ശരിക്കും കിടിലായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജോയ ജോർജിന്റെ സ്ക്രീൻ പ്രസൻസ് കൊള്ളായിരുന്നെങ്കിലും ഒന്നും അധികം പെർഫോം ചെയ്യാനുണ്ടായില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാം വേസ്റ്റ് ആയിരുന്നു. തൃഷ, അശോക് സെൽവൻ, റോയ് ഷറഫ്, അലി സഫർ, പിന്നെ നാസറും ഡീസന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റഹ്മാന്റെ മ്യൂസിക്, റഹ്മാൻ എനിക്ക് തോന്നിയത് ഒരു 70% നല്ല കിടിലായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പാട്ടുകളൊക്കെ നല്ല സൂപ്പർ ആൽബം ആയിരുന്നു. ജിങ്കിച്ച ആ പാട്ട് നല്ല തിയേറ്ററിൽ നല്ല രസമായിരുന്നു, നല്ല വൈബി പാട്ടായിരുന്നു. പിന്നെ എൻക്രെഡിറ്റ്സിൽ ശ്രുതി ഹസനെ കൊണ്ട് പാടിപ്പിച്ച വിൻവെലി നായകയുണ്ട്, അത് പൊളിച്ചു. അത് തിയേറ്ററിൽ കേട്ടിരിക്കാൻ നല്ല ഭയങ്കര രസമായിരുന്നു. പിന്നെ മുത്തുമഴ എന്നൊരു പാട്ടുണ്ട്, പക്ഷെ ആ പാട്ട് ഇതിനകത്ത് ആ തരി പോലും കണ്ടില്ല തിയേറ്ററിനകത്ത്. പിന്നെ ഈ അടുത്തായിട്ട് റഹ്മാൻ ഈ എക്സ്പെരിമെന്റ് ചെയ്തൊരു പരിപാടി ഉണ്ട്, സിനിമയിൽ കയറി ബാക്ക്ഗ്രൗണ്ട് സ്കോർ എക്സ്പെരിമെന്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു സിനിമയിൽ എക്സ്പെരിമെന്റ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി പോർഷൻസ് അത് ഭയങ്കര നാടകീയമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ പാട്ടുകളായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പ്ലേസ് ചെയ്ത രീതിയും ഒട്ടും അങ്ങോട്ട് ശരിയായില്ല. വിഷ്വൽസ്, രവി കെ ചന്ദ്രൻ നല്ല കിടിലം വിഷ്വൽസ് ആയിരുന്നു. ആ ഒരു മണിരത്നം സിനിമയാണെന്ന് തോന്നിപ്പിക്കാവുന്ന വിധത്തിലുള്ള ഒരു വിഷ്വൽസ് തന്നെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ഭയങ്കര വീക്കായിരുന്നു. കോസ്റ്റ്യൂംസ് വെർ വെരി വെൽ ഡിസൈൻഡ്. ഓവറോൾ ഒരു വീക്ക് മണിരത്നം സിനിമ തന്നെയായിരുന്നു തഗ് ലൈഫ്. ഒരു ആവറേജ് വാച്ച്.